ആൾക്കാർക്ക് ഒരു വിചാരം എന്ന് പറഞ്ഞാൽ പിള്ളേർ സെക്സിനെ പറ്റി അറിഞ്ഞാൽ പിന്നെ അവർ ചെയ്യാൻ തുടങ്ങും അല്ലേ? അല്ല, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കറക്റ്റ് പ്രായത്തിൽ കിട്ടാന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചോ LKG പഠിക്കുന്ന ഒരു കൊച്ചോ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് അവർക്ക് അറിയേണ്ട ഒരു സെക്ഷൽ ഇൻഫർമേഷൻ പറഞ്ഞാൽ ബാഡ് ടച്ച് എന്താ ഗുഡ് ടച്ച് എന്താണെന്നുള്ളതിനെ പറ്റി അറിഞ്ഞാൽ മതി. ആ പ്രായത്തിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ ചെറിയ കുട്ടികൾക്ക് അറിയണം ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് എന്ന് അറിയാം. അന്ന് ഒരു 12ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ കുട്ടിക്ക് അത്യാവശ്യം ഒരു കൊച്ചുണ്ടാവണം എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നതിനെ പറ്റി പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ അവർക്ക് ഇല്ലാത്തടത്തോളം കാലം അവർ ചെന്നപ്പെടാൻ പോണത് ഡേഞ്ചറുകളിലേക്കായിരിക്കും. ഇപ്പൊ നമ്മുടെ കാലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ആക്സസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ ആ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്താണ് പ്രശ്നം. അപ്പൊ ലോട്ട് ഓഫ് ഇൻഫർമേഷനും ഈ പറഞ്ഞ പോലെ അത് റോങ് ആണ്. അതായത് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ റോങ് എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവർ കറക്റ്റ് ഇൻഫർമേഷനിലേക്ക് ചിലപ്പോൾ എത്തണമെന്നില്ല. ഇപ്പോൾ പണ്ട് നമ്മൾ ഒരു സംഗതി അന്വേഷിക്കുകയാണ്, അവർ നമുക്ക് നേരെ സോഴ്സുള്ള എന്തായാലും എൻസൈക്ലോപീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ബുക്കുകളായിരിക്കും മെയിനായിട്ട് നമ്മുടെയൊക്കെ റെഫറൻസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഗൂഗിളോട്ട് അടിക്കുമ്പോൾ അതെ സത്യം പറഞ്ഞാൽ മനേട്ടൻ ഇത് പ്ലേസ് ചെയ്യേണ്ടത് ഒരു എക്സാംസ് അല്ലെങ്കിൽ എസ്മയുടെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് കറക്റ്റ് ഉപയോഗിക്കുന്നതായിട്ട് കാണിച്ചല്ല. ഞാൻ പറയണ്ടേ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനെ ശരിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും സംസാരിക്കാൻ ഇത്തിരി മോശമുള്ള ഒരു വിഷയം. ഇത് അല്ല, ഇതിനെ പറ്റിയുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ട് ഇപ്പൊ ഞാൻ മനോജേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഓഡിയൻസ് കാണുന്ന എന്റെ പോലത്തെ ഒരാള് ഇതിനെ അല്ലെങ്കിൽ ആ ലെവൽ എന്റെ പോലെ കുറെ കൂടി നല്ല ലെവലിൽ റീച്ചുള്ള ഒരാള് ഈ സാധനത്തിനെ പറ്റി പറയുമ്പോൾ ഇത് നോർമലൈസോ അല്ലെ? ആള് വന്നിട്ട് ഒരു സാധാ പ്ലാറ്റ്ഫോമിൽ വന്ന് സാധാ പോലെ ഒരു സാധനത്തിനെ പറ്റി പറയണെങ്കിൽ അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനത്തെ ആവശ്യങ്ങളിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം എന്ന് പറയുന്ന സൈഡില് അവിടെ നിന്ന് തുടങ്ങി ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഷെയ്ഡി ഇതല്ലാണ്ട് ഇതൊരു നോർമലൈസ്. പണ്ട് നമ്മള് സാനിറ്ററി നാപ്കിൻ പൊതിഞ്ഞു വെച്ച് പറഞ്ഞ പോലെയാണ് ഇപ്പൊ നമ്മൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു കുറച്ച് നാൾ കഴിയുമ്പോ ഇത് വളരെ ഇത് കുറെ ബ്രാൻഡുകൾ ചിലപ്പോൾ വരെയായിരിക്കും. സാനിറ്ററി നാപ്കിൻസും ആൾക്കാർ ഓപ്പൺലി പോപ്പുലർ ആക്കി നമ്മുടെ ജനറൽ കൾച്ചറിലേക്ക് നോർമലൈസ്. ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഇപ്പോ ആരും നിൽക്കണമെങ്കിൽ അപ്പുറത്ത് ക്രോസിംഗ് മേടിക്കണം നിൽക്കണതിന്റെ ഇടയിലും കോണ്ടം ചോദിക്കാൻ പറ്റാവുന്ന ഒരു ലെവലിലേക്ക് എത്തിയ പോലെ എത്തണോടത്ത് നോർമലൈസ് ആയിരുന്നു.